ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ എണീച്ച് നോമ്പൊക്കെ പിടിച്ചൊന്ന് കുളിച്ച് റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ഉമ്മയുടെ വീട്ടിൽ പോകണം, ഉമ്മച്ചിയുടെ ഉമ്മയുടെ വീട്ടിൽ. അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയായി. അപ്പോൾ നമ്മുടെ ഐഷ നമ്മുടെ ഇവിടെ കസേര കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ പറയണ്ട ഐഷക്ക് ഫുൾ ടൈം ഉറക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മിച്ചി വരുന്നുണ്ട്. അപ്പോൾ ഉമ്മിച്ചിനെയും പിക്ക് ചെയ്ത് ഉമ്മയുടെ വീട്ടിൽ പോവാം. ഉമ്മയുടെ അനിയത്തിക്ക് വയ്യ, അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉമ്മാനെ കൊണ്ട് അനിയത്തിൻ്റെ വീട്ടിൽ പോവാൻ നമ്മൾ നേരെ നമ്മുടെ കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ കാറിൽ എന്തോ കാക്കയാണോ എന്തോന്ന് അറിയില്ല, എന്തോ കഷ്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി. അത് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, ആ ഒരു ഭാഗം മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കി, പിന്നെ ചില്ലൊന്ന് കഴുകി, പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ഓണാക്കി, വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് നേരം ഓണാക്കിയിട്ടൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ഞാൻ ഓണാക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വണ്ടി എടുക്കണം. വണ്ടി എടുത്ത് നേരെ നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ പോകണം. ഉമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്തു, നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള റെഡിയിലാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല അടിപൊളി എന്താ പറയുക, ഗ്രാമീണ സുന്ദരമായിട്ടുള്ള രണ്ട് അപ്പുറം ഇപ്പുറമൊക്കെയാണ്, അടിപൊളിയാണ്. നമ്മൾ നേരെ ഉമ്മയുടെ വീട്ടിൽ ചെന്ന് ഉമ്മാനെ പിക്ക് ചെയ്തു നമ്മൾ നേരെ പോകുന്നത് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അനിയത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, എന്തോ വർത്താനൊക്കെ പറയേണ്ട അമ്മായിയായിട്ട്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയുണ്ട്, അമ്മായിയുണ്ട്, പിന്നെ എൻ്റെ ഉമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഉമ്മ നമ്മുടെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അറിയില്ല, പാവം ഒക്കെ എന്തറിയാനല്ലേ. അപ്പം അങ്ങനെ നമ്മൾ നേരെ ഉമ്മാനെയും കൊണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ നമ്മുടെ ഉമ്മച്ചിയുടെ എളിമാട്ട പോയി എളിമാനെ കണ്ടു. എളിമാക്ക് കുറച്ച് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് സംസാരിച്ച് വെറുതെ അവരുടെ ഒപ്പം കുറച്ച് നേരം ഇരുന്നു. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഉമ്മാടെ വീട്ടിലേക്ക് വരാം കേട്ടോ. നമ്മൾ ഉമ്മാനെയും കൊണ്ട് നേരെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ വണ്ടി കയറ്റി നമ്മൾ നേരെ അമ്മായിയുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അമ്മായിയുടെ വീട്ടിൽ വന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് നോമ്പ് തുറക്കാനുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരു നേരത്തെ ഇറങ്ങി കേട്ടോ. നേരത്തെ ഇറങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. പിന്നെ നേരെ ഞാൻ പള്ളിയിലേക്ക് പോയി അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കുറച്ച് നേരം കിടന്നു. അപ്പോൾ ബാങ്ക് കൊടുക്കാറായി. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ വാപ്പിച്ചിയുടെ അപ്പം നേരെ നമ്മൾ അസർ നിസ്കരിക്കാമെന്നുള്ള സെറ്റപ്പിൽ വാപ്പിച്ചിടപ്പം അസർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മളിനി മഗ്‌രിബിനെ തിരിച്ചെടുത്തുള്ളൂ. ഞാൻ അവിടുത്തെ വരെ ഞാൻ ആ പള്ളിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പള്ളീൻ്റെ അടുത്ത പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലെ ഗേറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുകയാണ്. പിന്നെ പള്ളിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ള് ഒരു പള്ളിയുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പുറം നമുക്ക് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി വരുന്നത്. അങ്ങനെ അവിടെ പോയി നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയിട്ട് നമ്മൾ ആ സമയമാകുമ്പോൾ എണീക്കാന്നുള്ള വിചാരിച്ചിൽ കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ നമ്മുടെ അലാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് എണീച്ച സമയത്ത് അത്യാവശ്യം ഒരു 6:30 ആ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളിനി പുറത്തേക്ക് പോയി നമുക്ക് നോമ്പ് തുറക്കണം. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പള്ളിയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ നോമ്പുറയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരെ നമ്മളൊരു ചെന്ന സമയത്ത് അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് നോമ്പ് തുറക്കണം. ആ സമയമാകുമ്പോൾ നമ്മുടെ ചായയും തരിയും സമൂസയും കാരൊക്കെ എല്ലാം ഇവിടെ സെറ്റായിട്ടിരിക്കുന്നത് കേസ്. അങ്ങനെ നമ്മളിന്ന് ബാങ്ക് കൊടുത്തു, നോമ്പും തുറന്നു. നേരെ നമുക്ക് നമസ്കരിക്കാൻ പോകണം. നമസ്കരിച്ചു. പിന്നെ ഉസ്താദിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉസ്താദ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് ഡീറ്റെയിൽ ആയിട്ട് നോമ്പൊക്കെ മുറിച്ച് നമുക്കിനി ഇശാക്ക് പോകണം. പ്ലീസ് നമുക്കിന്ന് ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഗുഡ് ബൈ. ഇതിക്ക് അല്ലാട്ടെ ഗായ്സ്.